ഈ വിളിച്ചുകൊണ്ടിരുന്ന് ടാറ്റ കാണിക്കുന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് എനിക്ക് കൃത്യസമയത്ത് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ കിട്ടി. പക്ഷേ ഞാൻ ചിന്തയിലായിരുന്നു എങ്ങനെ കൊടുക്കുമെന്ന്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചൊരു സാധനമാണ്. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും എന്നോട് പറയാം, എടോ ഒരു മിനിറ്റ് എൻ്റെ ഹെഡ്ഫോണിൻ്റെ ചാർജ് തീർന്ന് ഞാനൊന്ന് കുത്തിയിടട്ടെ, അല്ലെങ്കിൽ എടോ ഇത് കേൾക്കുന്നില്ല, ഈ പുല്ല് ഞാനൊന്ന് ഊരിക്കളയട്ടെ. ഈ ഡയലോഗ് രണ്ടും കേട്ട് കേട്ട് ഞാൻ മടുത്ത്. അന്നേ ചിന്തിച്ചത് ഒരെണ്ണം മേടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച് വെച്ച സാധനം കുറേ തപ്പി നടന്നു കേട്ടോ. ആമസോണിലും ഫ്ലിപ്പിലും കുറേ റിവ്യൂ നോക്കി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സാധനം ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ടെൻഷനും ഉണ്ടായിരുന്നു. 2900 സംതിങ് രൂപ വിലയാണേ. അതെല്ലാം പോട്ടെ. അങ്ങനെ ഞാനിത് മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ചിന്ത എങ്ങനെ കൊടുക്കും എന്നുള്ളതായിരുന്നു. അന്നേരം ഉണ്ടടാ ദാണ്ടെ ചേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് ചേട്ടൻ്റെ ഒരു റിലേറ്റീവ് തിരിച്ച് നാട്ടിലോട്ട് വരുന്നുണ്ട്. അന്നേരം പുള്ളിയുടെ കയ്യിൽ ഈ സാധനം അവിടെ എത്തിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് കൊണ്ടു കൊടുക്കാനിരുന്നു. അങ്ങനെ കൊണ്ടു കൊടുക്കാമെങ്കിൽ ഇത് പൊട്ടിച്ച് നോക്കണമല്ലോ, വർക്കാവുന്നുണ്ടോ, നല്ലതാണോ എന്നൊക്കെ. അങ്ങനെ ഞാനിത് പൊട്ടിച്ച് നോക്കുന്നൊരു വീഡിയോ ഇത് കൊടുക്കുന്നതിൻ്റെ കൊടുക്കാൻ പോവുകയാണല്ലോ എന്നൊരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഉത്തൂനാണെങ്കിൽ പുതിയൊരു സാധനം കാണുന്നതിൻ്റെയും അത് പൊട്ടിച്ച് കാണിക്കുന്നതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉത്തൂന്. അങ്ങനെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് കൊടുത്തു വിട്ടൊരു സാധനം. ഇത് കയ്യെ കിട്ടിയതിന് ശേഷം ഞാനിത് അപ്ലോഡ് ചെയ്തു കേട്ടോ. ഇത് ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നലത്തെ ഒരു വീഡിയോ. പെട്ടെന്ന് താണ്ട ഞാനിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുമ്പോൾ വാട്സപ്പിലൊരു നോട്ടിഫിക്കേഷൻ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന്. ആ മേല് കണ്ട ലൈറ്റുള്ള വീട് എൻ്റെ മാമൻ്റെ വീടാണ്. അവരുടെ വീടിൻ്റെ തൊട്ട് താഴെ പന്നിക്കൂട്ടം ഇറങ്ങി. ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരു ഫാമിലി ഫുൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിന്ന് ആ ഗ്രൂപ്പ് നിറയെ ഇതിൻ്റെ വിശേഷം പറച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പന്നിക്കൂട്ടം എല്ലാം കൂടെ ഇറങ്ങി ഇത്തുങ്ങളെല്ലാം പകരം എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് ആലോചിച്ചായി എൻ്റെ ചിന്ത. അപ്പോൾ ഇന്നത്തെ